പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. യേശുവിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, 2024 പ്രാർത്ഥനാപൂർവം പ്രവേശിക്കുന്നതിന് ഒരുക്കമായി നാം നടത്തുന്ന ഈ വചന ശുശ്രൂഷയിലേക്ക് ഏറ്റവും സ്നേഹത്തോടെ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഈ 4-ാമത്തെ ദിവസം പ്രതീക്ഷയോടെ മുന്നോട്ട് പോകാൻ നമ്മെ സഹായിക്കുന്ന മറ്റൊരു ജീവിതത്തെ ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് പരിചയപ്പെടുത്തുകയാണ്. നമ്മൾ അബ്രഹാമിൻ്റെ ജീവിതത്തിൽ ദൈവം അബ്രഹാമിനെ വിളിച്ചതായി ബൈബിൾ പറയുന്നത് ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 11-ാമത്തെ അധ്യായത്തിലാണ്. നമ്മൾ സാധാരണയായി വിചാരിക്കുന്നതും മനസ്സിലാക്കുന്നതും 12-ാം അധ്യായത്തിലാണ് എന്നാണ്. എന്നാൽ 11-ാം അധ്യായത്തിൽ വെച്ച് തന്നെ ദൈവം അബ്രഹാമിനെ വിളിച്ചു എന്ന് നമുക്ക് മനസ്സിലാകും. അത് നമ്മൾ മനസ്സിലാകുന്നത് യഥാർത്ഥത്തിൽ അപ്പസ്തോല പ്രവർത്തനത്തിൽ സ്തേഫാനോസിൻ്റെ പ്രസംഗം വായിക്കുമ്പോഴാണ്. അപ്പസ്തോല പ്രവർത്തനത്തിൽ സ്തേഫാനോസ് പ്രസംഗിക്കുന്ന സമയത്ത് അദ്ദേഹം 7-ാമത്തെ അധ്യായത്തിൽ, അപ്പസ്തോല പ്രവർത്തനത്തിൻ്റെ 7-ാമത്തെ അധ്യായത്തിൽ അദ്ദേഹത്തിൻ്റെ പ്രസംഗം ആരംഭിക്കുന്നത് അബ്രഹാത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ്. ആക്ട്സ് ചാപ്റ്റർ 7:1 മുതൽ പ്രധാന പുരോഹിതൻ ചോദിച്ചു, ഇതെല്ലാം സത്യമാണോ? അവൻ പ്രതിവചിച്ചു, സഹോദരന്മാരെ, പിതാക്കന്മാരെ, കേട്ടുകൊള്ളുവിൻ. നമ്മുടെ പിതാവായ അബ്രാഹം ഹാരാനിൽ താമസിക്കുന്നതിന് മുൻപ് മെസപ്പൊട്ടോമിയയിലായിരിക്കുമ്പോൾ മഹത്വത്തിൻ്റെ ദൈവം അവന് പ്രത്യക്ഷനായി അവനോട് പറഞ്ഞു, നിന്റെ നാട്ടിൽ നിന്നും ബന്ധുക്കളിൽ നിന്നും നീ പുറപ്പെട്ട് ഞാൻ കാണിച്ചു തരുന്ന ദേശത്തേക്ക് പോവുക. അവൻ കൽദായ ദേശത്തു നിന്ന് പുറപ്പെട്ട് ഹാരാനിൽ താമസമാക്കി. ഉൽപ്പത്തി പുസ്തകം 12 നമ്മൾ വായിക്കുന്നത് ഹാരാനിൽ താമസിക്കുന്ന സമയത്ത് അബ്രഹാമിനെ വിളിക്കുന്നതാണ്. പക്ഷേ സത്യത്തിൽ അബ്രഹാമിനെ ദൈവം വിളിക്കുന്നത് ഹാരാനിൽ താമസിക്കുന്നതിന് മുമ്പാണ്. അത് ഉൽപ്പത്തി 11 അപ്പോൾ അതിനെക്കുറിച്ച് വിളിക്കുന്നു എന്ന ഡയറക്റ്റ് സൂചന ഉൽപ്പത്തി 11 പുറപ്പെട്ടതിനെക്കുറിച്ച് കിടപ്പുണ്ട്. അത് കിടക്കുന്നത് ഉൽപ്പത്തി പുസ്തകം 11-ാം അധ്യായം 31. തേരാഹ് കൽദായരുടെ ഊറിൽ നിന്ന് കാനാൻ ദേശത്തേക്ക് യാത്ര പുറപ്പെട്ടു. മകൻ അബ്രാമിനെയും പേരക്കിടാവും ഹാരാൻ്റെ മകനുമായ ലോത്തിനെയും അബ്രാമിൻ്റെ ഭാര്യയും തൻ്റെ മരുമകളുമായ സാറായിയെയും അവൻ കൂടെ കൊണ്ടുപോയി. അവൻ ഹാരാനിലെത്തി വാസം ഉറപ്പിച്ചു. അപ്പോൾ ഇത് യാത്രയുടെ 1-ാമത്തെ ഫേസാണ്. അതായത് മെസപ്പൊട്ടോമിയയിലെ ഊറിൽ നിന്ന് ദൈവം അബ്രാമിനെ വിളിച്ചതിനെ തുടർന്നാണ് അപ്പൻ തേരാഹ് അബ്രാമിനെയും മക്കളെയും കൂട്ടി കാനാനിലേക്ക് പുറപ്പെടുകയും കാനാനിൽ എത്തിച്ചേരാതെ ഹാരാൻ എന്ന സ്ഥലത്തെത്തിയപ്പോൾ അവിടെ ഹോൾട്ട് ചെയ്ത് അവിടെ താമസിക്കുകയും ചെയ്യുന്നു. അപ്പോൾ അവിടെ താമസിക്കുന്ന സമയത്ത് അബ്രഹാമിനെ ദൈവം വീണ്ടും വിളിക്കുന്നതാണ് 12-ാം അധ്യായത്തിൽ. 12-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുകയാണ്, കർത്താവ് അബ്രാമിനോട് അരുളി ചെയ്തു, നിന്റെ ദേശത്തെയും ബന്ധുക്കളെയും പിതൃഭവനത്തെയും വിട്ട് ഞാൻ കാണിച്ചു തരുന്ന നാട്ടിലേക്ക് പോവുക. ഇവിടെ ദേശമെന്ന് പറയുന്നത് മെസപ്പൊട്ടോമിയയിലെ ഊറല്ല, ഹാരാനാണ്. ഹാരാനിൽ നിന്ന് പുറപ്പെട്ട് നീ കാനാനിലേക്ക് പോവുക. അപ്പോൾ ദൈവം ഇത് യാത്രയുടെ 2-ാം ഘട്ടം ആരംഭിക്കുകയാണ്. അങ്ങനെ അബ്രാം അവിടെ നിന്ന് യാത്ര പുറപ്പെടുകയാണ്. ഇനി നിങ്ങൾ സൂക്ഷ്മമായി എൻ്റെ പിന്നാലെ വരണം. വാക്യം 4, 12-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ വാക്യം, കർത്താവ് കൽപ്പിച്ചതനുസരിച്ച് അബ്രാം പുറപ്പെട്ടു. ലോത്തും അവൻ്റെ കൂടെ യാത്ര തിരിച്ചു. ഹാരാൻ ദേശത്തോട് വിട പറഞ്ഞപ്പോൾ അബ്രാമിന് 75 വയസ്സ് പ്രായമായിരുന്നു. അവർ കാനാൻ ദേശത്തേക്ക് പുറപ്പെട്ട് അവിടെ എത്തിച്ചേർന്നു. ഇനി കാനാനിൽ എത്തിക്കഴിയുമ്പോൾ അബ്രഹാമിൻ്റെ ടൈം ലൈൻ, അബ്രഹാം പോയ റൂട്ട് മാപ്പ് പറയാൻ പോവുകയാണ്. 6-ാമത്തെ വാക്യം, അബ്രാം ആ ദേശത്തിലൂടെ സഞ്ചരിച്ച്, ഈ വാക്കുകൾ ഓർത്തിരിക്കുക, സ്ഥലങ്ങൾ ഓർത്തിരിക്കുക, ഷെക്കേമിൽ മോറയുടെ ഓക്കുമരം വരെ എത്തി. കർത്താവ് അബ്രാമിന് പ്രത്യക്ഷപ്പെട്ട് അരുളി ചെയ്തു, ഈ നാട് നിനക്ക് സന്തതികൾക്ക് ഞാൻ തരും. അവിടെ അബ്രാം ഒരു ബലിപീഠം പണിതു. അപ്പോൾ ആദ്യത്തേത് ഷെക്കേം. 8-ാമത്തെ വാക്യം, അവിടെ നിന്ന് അവൻ ബഥേലിന് കിഴക്കുള്ള മലമ്പ്രദേശത്തേക്ക് കടന്ന് ബഥേലിന് കിഴക്കും ആയിക്ക് പടിഞ്ഞാറുമായി താവളമടിച്ചു. 9-ാമത്തെ വാക്യം, അവിടെ നിന്ന് അബ്രാം നെഗേബിന് നേരെ യാത്ര തുടർന്നു. അതായത് ഈ അബ്രഹാമിൻ്റെ ഇപ്പോഴത്തെ റൂട്ട് മാപ്പ്, അബ്രാം യാത്ര ചെയ്യുന്നത് കാനാൻ ദേശത്തു കൂടിയാണ്, കാനാൻ ദേശത്താണ്. ഹാരാനിൽ നിന്ന് അബ്രാമിനെ ദൈവം വിളിച്ചത് കാനാൻ ദേശത്തേക്ക് വന്ന് വാസം ഉറപ്പിക്കാനാണ്. അപ്പോൾ അങ്ങനെ ദൈവത്തിൻ്റെ സ്വരം കേട്ട്, ഹാരാനിൽ വെച്ച് അപ്പൻ മരിച്ചു. അപ്പോൾ ദൈവത്തിൻ്റെ സ്വരം കേട്ട്
പൂർണ്ണമായിട്ടും അല്ല അനുസരിച്ചത്. കാരണം ലോത്ത് സഹോദരനും ഭാര്യയൊക്കെ കൂടെയുണ്ട്. അത് ദൈവം ആവശ്യപ്പെട്ടതല്ല, കൂടെ കൊണ്ടുപോകാൻ പറഞ്ഞതല്ല. എങ്കിലും അബ്രാം ദൈവം പറഞ്ഞതനുസരിച്ച് കാനാനിലേക്ക് എത്തിച്ചേർന്ന് കഴിഞ്ഞപ്പോൾ അവിടെ ചെറിയൊരു പ്രശ്നമുണ്ടായി. അതായത് വാഗ്ദത്തത്തിൻ്റെ വഴികളിൽ പരീക്ഷണങ്ങളുണ്ട്. നമ്മൾ ദൈവാനുഗ്രഹത്തിൻ്റെ വഴി ജീവിതം പുതിയ വർഷത്തിൽ മുന്നോട്ട് നയിക്കുമ്പോൾ ഒരു പരീക്ഷണങ്ങൾ നമുക്കുണ്ടാവില്ല എന്ന് വിചാരിക്കരുത്. പരീക്ഷണങ്ങളുണ്ട്. അങ്ങനെ ഒരു പരീക്ഷണം അബ്രഹാമിന് നേരിടുകയാണ്. ആ പരീക്ഷണം എന്ന് പറയുന്നത് ക്ഷാമമായിരുന്നു. വാക്യം 10, അവിടെ ഒരു ക്ഷാമമുണ്ടായി. ഇനി തൊട്ടു മുമ്പുള്ള വാക്യങ്ങളിലെല്ലാം ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കാനുണ്ട്. അബ്രാം യാത്ര പുറപ്പെട്ടു. 4-ാമത്തെ വാക്യം, 12-ാമത്തെ 4-ാം വാക്യം, അബ്രാം യാത്ര പുറപ്പെട്ടു. അവിടെ കാനാൻ ദേശത്ത് എത്തിച്ചേർന്നു. ഷെക്കേമിൽ എത്തിക്കഴിഞ്ഞപ്പോൾ ഷെക്കേമിൽ അബ്രാം ദൈവത്തിന് ഒരു ബലിപീഠം പണിത് ദൈവത്തെ ആരാധിച്ച് കഴിഞ്ഞപ്പോഴാണ് ബഥേലിലേക്കും ആയിലേക്കും പോകുന്നത്. ഇനി അവിടെ ബലിപീഠം പണിത് ദൈവത്തെ ആരാധിച്ചു, ദൈവത്തിൻ്റെ നാമം വിളിച്ചു. അവിടുന്ന് നെഗബിന് നേരെ പോയി. അപ്പോൾ ഷെക്കേം, ബഥേൽ, ആയി, നെഗേബ്, ഈ 4 സ്ഥലങ്ങളിലേക്ക് കാനാൻ ദേശത്തൂടെ അബ്രാം സഞ്ചരിക്കുമ്പോൾ ഡയറക്ഷൻ ഫിക്സ് ചെയ്യാൻ അബ്രാം അല്ല തീരുമാനിച്ചത്, അല്ലെ ഡയറക്ഷൻ ഫിക്സ് ചെയ്തത് അബ്രാമല്ല. ദൈവത്തെ ബലിപീഠം പണിത് ആരാധിക്കുമ്പോൾ കൊടുത്ത ഡയറക്ഷൻ അനുസരിച്ചാണ് അബ്രാം മുന്നോട്ട് പോയത്. എന്നാൽ നെഗേബിൽ എത്തിക്കഴിഞ്ഞപ്പോൾ അവിടെ ഒരു ക്ഷാമമുണ്ടായപ്പോൾ അബ്രാം ബലിപീഠം പണിത് ദൈവത്തിൻ്റെ നാമം വിളിച്ചപേക്ഷിച്ചില്ല. അവൻ എന്ത് ചെയ്തു? അവൻ തൻ്റെ ഒരു പ്രായോഗിക ബുദ്ധി കൊണ്ട് അവിടെ ക്ഷാമമുണ്ടായപ്പോൾ ദൈവത്തിൽ ആശ്രയിക്കുന്നതിന് പകരം തൻ്റെ ഒരു പ്രായോഗിക ബുദ്ധിയെ കണക്കിലെടുത്ത് ഈജിപ്തിൽ പോയി പാർക്കാമെന്ന് കരുതി അങ്ങോട്ട് യാത്ര തിരിച്ചു. അപ്പോൾ ഇവിടെ കാനാൻ ദേശത്ത് നിന്ന് അബ്രഹാം ടേൺ ചെയ്ത് വേറൊരു സ്ഥലത്തേക്ക് പോവാണ്. ഇനി നിങ്ങൾ സൂക്ഷ്മമായിട്ട് എൻ്റെ കൂടെ വരണം. ഇനി ഇതിനിടയ്ക്ക് ഒരു എപ്പിസോഡുണ്ട്, ഞാൻ അതിലേക്ക് വരാം. അതിലേക്ക് വരുന്നതിന് തൊട്ട് മുമ്പ് അതിന് മുമ്പ് നമ്മൾ ഇനി ഈ ഈജിപ്തിൽ നിന്ന് അബ്രഹാം തിരിച്ചു വരുന്നൊരു വരവുണ്ട്. തിരിച്ചു വരുന്നതിൻ്റെ റൂട്ട് മാപ്പ് നമുക്കൊന്ന് വായിക്കാം. എങ്ങനെയാണ് തിരിച്ചു വരുന്നത്? 13-ാം അധ്യായത്തിലാണത്. അബ്രഹാം ഭാര്യയോടും സ്വന്തമായ സകലത്തോടും കൂടെ ഈജിപ്തിൽ നിന്ന് നെഗേബിലേക്ക് പോയി. ഇനി അവൻ നെഗേബിൽ നിന്ന് ബഥേൽ വരെയും ബഥേലിനും ആയിക്കുമിടയ്ക്ക് താൻ കൂടാരമടിച്ചതും ആദ്യമായി ബലിപീഠം പണിതതുമായ സ്ഥലം വരെയും, അത് പറഞ്ഞാൽ ഷെക്കേം വരെയും യാത്ര ചെയ്തു. അവിടെ അബ്രാം കർത്താവിൻ്റെ നാമം വിളിച്ച് അപേക്ഷിച്ചു. എന്ന് പറഞ്ഞാൽ ഈ പോയ റൂട്ട് അതുപോലെ തിരിച്ചു വന്നു. കാരണം ഈജിപ്തിലേക്ക് പോവുക എന്നുള്ളത് ദൈവപദ്ധതി ആയിരുന്നില്ല. അപ്പോൾ പോയ വഴിയിലേക്കെല്ലാം തിരിച്ചു വന്നു. അപ്പോൾ ഈ തിരിച്ചു വരുന്നതിനിടയിൽ ഈജിപ്തിൽ വെച്ച് അബ്രാമിന് ചില പരീക്ഷണങ്ങളുണ്ടായി. ദൈവത്തെ അനുസരിക്കാതെയോ അല്ലെ ദൈവത്തോട് ആലോചന ചോദിക്കാതെയോ ആ പാവം വേറൊരു വഴിക്ക് പോയതുകൊണ്ട് അവിടെ വെച്ച് ഈജിപ്തിൽ വെച്ച് വലിയ പരീക്ഷണമുണ്ടായി. സ്വന്തം ഭാര്യയെ നഷ്ടപ്പെടുന്ന ഒരു സ്റ്റേജ് വരെ എത്തി. പക്ഷെ ദൈവം രക്ഷിച്ചു. അവിടുന്ന് അബ്രാം തിരിച്ചു വരുമ്പോൾ അബ്രാമിന് ഇഷ്ടം പോലെ സമ്മാനങ്ങൾ കിട്ടി, സമ്പത്ത് കിട്ടി. സമ്പത്തും വേലക്കാരെയും കിട്ടി. ഞാൻ ആ വാക്യം വായിക്കുകയാണ്. 16-ാമത്തെ വാക്യം, ഉൽപ്പത്തി 12:16. ഫറവോ അവളെ പ്രതി അബ്രാമിനോട് നന്നായി പെരുമാറി, സാറായെ പ്രതി. അവന് ആടുകൾ, കാളകൾ, കഴുതകൾ, ഒട്ടകങ്ങൾ, വേലക്കാർ, വേലക്കാരികൾ ഇവ ലഭിച്ചു. അപ്പോൾ 2 തരത്തിലാണ് അബ്രാമിന് ഈ യാത്രയിൽ ദൈവത്തിൽ നിന്ന് അല്ലെ ദൈവഹിതം അനുസരിക്കാതെ ദൈവത്തോട് ആലോചന ചോദിക്കാതെ പോയൊരു യാത്രയിൽ അബ്രാമിന് 2 തരത്തിൽ നേട്ടമുണ്ടായി. ഒന്ന്, ഇഷ്ടം പോലെ പണം കിട്ടി, സമ്പത്ത് കിട്ടി. 2, വേലക്കാരെ കിട്ടി, വേലക്കാരെയും വേലക്കാരികളെയും കിട്ടി. ഇനിയുള്ള അബ്രാമിൻ്റെ ജീവിതം മനസ്സിലാക്കി നോക്കിയാൽ സഹോദരനുമായിട്ട് തെറ്റിപ്പിരിയുന്നതിനും പിന്നീട് സഹോദരനെ മറ്റ് രാജാക്കന്മാർ വന്ന് തട്ടിക്കൊണ്ടു പോകുന്നതിനും ലോത്തിൻ്റെ ഭാര്യ ഉപ്പുതോണാവുന്നതിനും അതുപോലെ തന്നെ സോദോം ഗൊമോറ നശിക്കുന്നതിനും എല്ലാം പിന്നീടുള്ള ചരിത്രങ്ങൾക്കെല്ലാം പിന്നിൽ
അബ്രാമിന് ഇഷ്ടം പോലെ സമ്പത്തുണ്ടായിരുന്നു. അതുമൂലം സഹോദരന്മാർ തമ്മിലുണ്ടായ അഭിപ്രായ ഭിന്നത, അവർ മാറിപ്പോയത്. ഇതെല്ലാം നമ്മൾ പരിശോധിക്കുമ്പോൾ ഈജിപ്തിലേക്ക് പോയൊരു യാത്രയാണ് ഇതിൻ്റെ എല്ലാം റൂട്ട്. ദൈവഹിതം അനുസരിക്കാതെ പോയ ഒരു യാത്രയാണ് അബ്രാമിൻ്റെ ജീവിതത്തിലെ വലിയ ഒരു കഷ്ടപ്പാടിൻ്റെ, ഇനിയുള്ള വലിയൊരു കഷ്ടപ്പാടിൻ്റെ ഒന്നാമത്തെ കാരണം. രണ്ടാമതായിട്ട് അബ്രാമിന് അവിടെ നിന്ന് ലഭിച്ച വേലക്കാരികളിൽ ഒരാളായിരുന്നു ഹാഗാർ. ഹാഗാറിനെ അബ്രാമിന് കിട്ടിയത് ഈജിപ്തിൽ നിന്നാണ്. അങ്ങനെ ഹാഗാറിനെ കിട്ടി. ഹാഗാർ വേലക്കാരിയായി വീട്ടിൽ വന്നതിന് ശേഷം ഹാഗാറിനെ പിന്നീട് സാറ അബ്രാമിന് ഭാര്യയായി നൽകുന്നതും അതിലൊരു കുഞ്ഞുണ്ടാവുന്നതും പിന്നീട് ആ കുഞ്ഞു മൂലം അബ്രാം വളരെയധികം വാർദ്ധക്യം വരെയും വളരെയധികം ക്ലേശിക്കുന്നതും നമ്മൾ ബൈബിളിൽ വായിക്കുകയാണ്. ഞാൻ ഇത് പറയാനല്ല ഈ ഭാഗം എടുക്കുന്നത്. ഹാഗാറിനെ കുറിച്ചൊരു ആമുഖം പറഞ്ഞിട്ട് നമ്മൾ ഹാഗാറിലേക്ക് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുപോവുകയാണ്. എന്ന് പറഞ്ഞാൽ ഞാൻ ഇത്രയും ഡീറ്റെയിലായിട്ട് ഈ ഭാഗം പറഞ്ഞതിൻ്റെ കാരണം ദൈവഹിതമല്ലാതെ നടന്ന ഒരു യാത്ര, ദൈവഹിതമല്ലാതെ ദൈവത്തിൻ്റെ ആലോചനയില്ലാതെ ജീവിതത്തിലേക്ക് കൂട്ടിക്കൊണ്ട് വന്ന ഒരാൾ, ആ ആളായിരുന്നു ഹാഗാർ. അപ്പം ഞാൻ അത്രയും ഹോപ്പ്ലെസ് ആയ ഒരു സിറ്റുവേഷനാണ് എടുക്കുന്നത്, അല്ലെ ബൈബിളിൽ നിന്ന് വായിച്ചെടുക്കാൻ ശ്രമിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ദൈവത്തോട് ചേർന്ന് ദൈവം തീരുമാനിച്ചതനുസരിച്ച് നടത്തിയൊരു യാത്രയല്ല. അവിടുന്ന് കിട്ടിയ സമ്പത്തൊന്നും ദൈവപദ്ധതിയുടെ ഭാഗമല്ല. ഇനി അവിടുന്ന് കിട്ടിയ ആളുകളും ദൈവപദ്ധതിയുടെ ഭാഗമല്ല, അല്ലെ ദൈവഹിതത്തിൻ്റെ ഭാഗമല്ല. പക്ഷെ അതൊക്കെ അബ്രഹാമിൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമായി. ഇപ്പം ഇങ്ങനൊരു അവസ്ഥയിൽ അബ്രഹാം നിൽക്കുകയാണ്. ഈ അവസ്ഥയിൽ അബ്രഹാമിൻ്റെ ജീവിതത്തിലേക്കല്ല നമ്മളിനി ശ്രദ്ധിക്കേണ്ടത്. ഈ വീട്ടിൽ വന്നു കയറി അന്ന് മുതൽ കൊടിയ നരകയാതനയിലൂടെ കടന്നു പോകുന്ന, ഒരുപാട് അപമാനങ്ങളിലൂടെയും പീഡനങ്ങളിലൂടെയും കടന്നുപോയ ഹാഗാർ എന്ന് പറയുന്ന ആ പെൺകുട്ടി ഒരിക്കൽ വീട്ടിൽ നിന്ന് ഒളിച്ചോടി. സാറായുടെ പീഡനം സഹിക്കാൻ പറ്റാതെ അവൾ വീട്ടിൽ നിന്ന് ഒളിച്ചോടിപ്പോയി. അങ്ങനെ ഒളിച്ചോടുമ്പോൾ 16-ാം അധ്യായത്തിലാണ് കർത്താവിൻ്റെ ദൂതൻ ഷൂറിലേക്കുള്ള വഴിയിൽ മരുഭൂമിയിലുള്ള ഒരു നീരുറവയുടെ അടുത്ത് വെച്ച് അവളെ കണ്ടെത്തി. ദൂതൻ അവളോട് ചോദിച്ചു, സാറായുടെ ദാസിയായ ഹാഗാറെ, നീ എവിടെ നിന്ന് വരുന്നു, എങ്ങോട്ട് പോകുന്നു? അവൾ പ്രതിവചിച്ചു, ഞാൻ യജമാനത്തിയായ സാറായിൽ നിന്ന് ഓടിപ്പോവുകയാണ്. കർത്താവിൻ്റെ ദൂതൻ അവളോട് പറഞ്ഞു, നീ യജമാനത്തിയുടെ അടുത്തേക്ക് തിരിച്ചു പോവുക, അവൾക്ക് കീഴ്പ്പെട്ടിരിക്കുക. അപ്പോൾ അത് കഴിഞ്ഞ് അവൾ തിരിച്ചുപോയി കഴിഞ്ഞപ്പോഴേക്കും പിന്നീട് കുറച്ച് നാൾ കഴിയുമ്പോൾ ഇസഹാക്ക് ജനിച്ചു. അപ്പോഴേക്കും ഹാഗാറിന് ഓൾറെഡി ഇസ്മായിൽ എന്ന് പറയുന്ന ഒരു മകനുണ്ട് അബ്രാമിൽ നിന്ന്. അതിൻ്റെ പേരിലാണ് അവൾ പീഡിപ്പിക്കപ്പെട്ടത്. അങ്ങനെ അവൾ തിരിച്ചുപോയി കഴിയുമ്പോൾ, പിന്നീട് കുറേ കാലം കഴിയുമ്പോൾ ഈ ഹാഗാർ വീണ്ടും അവിടെ നിന്ന് പോകുന്ന, അല്ലെ ഹാഗാറിനെ കൊണ്ടുപോയി ഉപേക്ഷിക്കുന്നൊരു ഭാഗം നമ്മൾ ബൈബിളിൽ കാണുകയാണ്. ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 21-ാമത്തെ അധ്യായത്തിൽ 9 മുതലുള്ള വാക്യങ്ങൾ നമുക്ക് വളരെ ശ്രദ്ധയോടുകൂടി വായിക്കണം. ഉൽപ്പത്തി 21:9 മുതൽ, ഈജിപ്തുകാരിയായ ഹാഗാറിൽ അബ്രാഹത്തിന് ലഭിച്ച മകൻ തൻ്റെ മകനായ ഇസഹാക്കിനോടുകൂടെ കളിക്കുന്നത് സാറ കണ്ടു. അവൾ അബ്രാഹത്തോട് പറഞ്ഞു, ഈ അടിമപ്പെണ്ണിനെയും അവളുടെ മകനെയും ഇറക്കി വിടുക. അവളുടെ മകൻ എൻ്റെ മകൻ ഇസഹാക്കിനോടൊപ്പം അവകാശിയാകാൻ പാടില്ല. തന്മൂലം മകനെ ഓർത്ത് അബ്രാഹാം വളരെയേറെ അസ്വസ്ഥനായി. എന്നാൽ ദൈവം അബ്രാഹത്തോട് അരുളി ചെയ്തു, കുട്ടിയെക്കുറിച്ചും നിന്റെ അടിമപ്പെണ്ണിനെക്കുറിച്ചും നീ ക്ലേശിക്കേണ്ട. സാറ പറയുന്നത് പോലെ ചെയ്യുക. കാരണം ഇസഹാക്കിലൂടെയാണ് അവൻ്റെ സന്തതികൾ, നിന്റെ സന്തതികൾ അറിയപ്പെടുക. അടിമപ്പെണ്ണിൽ ജനിച്ച മകനെയും ഞാനൊരു ജനതയാക്കും. അവനും നിന്റെ മകനാണല്ലോ. അബ്രാഹാം അതിരാവിലെ എഴുന്നേറ്റ് കുറേ അപ്പവും ഒരു തുകൽ സഞ്ചിയിൽ വെള്ളവും എടുത്ത് ഹാഗാറിൻ്റെ തോളിൽ വെച്ച് കൊടുത്തു. മകനെയും ഏൽപ്പിച്ചിട്ട് അവളെ പറഞ്ഞയച്ചു. അവൾ അവിടെ നിന്ന് പോയി ബർഷേബ മരുപ്രദേശത്ത് അലഞ്ഞു നടന്നു. ഒരു നിമിഷം ഒന്ന് ശ്രദ്ധിക്കാം. വളരെ വേദനാജനകമായ, തൻ്റെ ജീവിതത്തിലെ ഏറ്റവും വേദനാജനകമായ അനുഭവങ്ങൾ അബ്രഹാമിന് ലഭിച്ചു. ഹാഗാറും അതുപോലെ തന്നെ പീഡിപ്പിക്കപ്പെട്ടു. മകൻ ഒരുപാട് ഹ്യൂമിലിയേറ്റ് ചെയ്യപ്പെട്ടു. കുടുംബത്തിൽ ഒത്തിരി പരീക്ഷണങ്ങളുണ്ടായി. ഇതിൻ്റെ എല്ലാം നടുവിൽ ദൈവം പറയുകയാണ്, അവരെ കൊണ്ടുപോയി മരുഭൂമിയിൽ ഉപേക്ഷിച്ചു കൊള്ളുക. എല്ലാ അർത്ഥത്തിലും തകർക്കപ്പെട്ട ഒരു പെൺകുട്ടി, എല്ലാ അർത്ഥത്തിലും കുടുംബം ഒലഞ്ഞ് പരീക്ഷണത്തിൻ്റെ ഒരു മൂർധന്യാവസ്ഥയിൽ നിൽക്കുമ്പോൾ ഇവളിങ്ങനെ മരുഭൂമിയിൽ മകനെയും കൊണ്ട് അലഞ്ഞു കിടക്കുമ്പോൾ അവളുടെ കയ്യിലുണ്ടായിരുന്ന ഭക്ഷണവും വെള്ളവും തീർന്ന് കഴിഞ്ഞ് മരിച്ചാ മതി എന്ന് ചിന്തിച്ച് അവൾ മരുഭൂമിയിൽ നിൽക്കുന്ന ഒരു രംഗമാണ് ഇനി തുടർന്ന് വരുന്നത്. 21-ാം അധ്യായം 15-ാം തിരുവചനം.
തുകൽ സഞ്ചിയിലെ വെള്ളം തീർന്നപ്പോൾ അവൾ കുട്ടിയെ ഒരു കുറ്റിക്കാട്ടിൽ കിടത്തി. കുഞ്ഞ് മരിക്കുന്നത് എനിക്ക് കാണാൻ വയ്യ എന്ന് പറഞ്ഞ് അവൾ കുറേ അകലെ ഒരമ്പെയ്ത്ത് ദൂരെ ചെന്ന് എതിർവശത്തേക്ക് തിരിഞ്ഞിരുന്നു. മനോഹരമായൊരു ബിംബമാണിത്. അതായത് സ്വന്തം കുഞ്ഞിനെ ഇനി തനിക്ക് ഒരു നിമിഷം പോലും അതിൻ്റെ ജീവൻ നിലനിർത്താനുള്ള വകകൾ, അതിനുള്ള വിഭവങ്ങൾ തൻ്റെ കയ്യിലില്ലെന്ന് തിരിച്ചറിയുന്ന ഒരു പാവമമ്മ ആ കുഞ്ഞിനെ കുറ്റിക്കാട്ടിൽ കിടത്തിയിട്ട് കാട്ടുമൃഗങ്ങൾക്കിരയാവുകയോ പട്ടിണി കൊണ്ട് വിശപ്പ് സഹിക്കാൻ പറ്റാതെ പ്രാണൻ ഒടുങ്ങുകയോ ചെയ്യുന്നൊരവസ്ഥയിലേക്ക് മകനെ കൊണ്ടുപോയി ഉപേക്ഷിച്ചിട്ടൊരമ്മ എതിർവശത്തേക്ക് തിരിഞ്ഞിരുന്നു എന്ന് പറഞ്ഞാൽ ജീവിതത്തിന് നേരെ ഓപ്പോസിറ്റ് തിരിഞ്ഞിരുന്നു. പ്രതീക്ഷകൾക്കും മോഹങ്ങൾക്കും ആഗ്രഹങ്ങൾക്കും സ്വപ്നങ്ങൾക്കും വിപരീത ദിശയിലേക്ക് തിരിഞ്ഞിരിക്കുന്ന ഒരമ്മ എല്ലാ ഇച്ഛാഭംഗങ്ങളുടെയും മോഹഭംഗങ്ങളുടെയും നടുവിൽ കഴിയുന്ന മനുഷ്യരുടെ പ്രതീകമാണ്. ഇനി ഒരു വഴിയില്ല. അവസാനത്തെ പ്രതീക്ഷയുടെ തിരുനാളവും കെട്ടുപോയി, അവസാനത്തെ വഞ്ചിയും പോയി കഴിഞ്ഞു. ഇനി സഹായിക്കാൻ ആരുമില്ല. അങ്ങനെ എല്ലാ പ്രതീക്ഷകളും മറ്റ് നിൽക്കുന്ന അവൾ അമ്പെയ്ത്ത് ദൂരെ ചെന്ന് എതിർവശത്തേക്ക് തിരിഞ്ഞിരുന്നു. കുട്ടി ഉച്ചത്തിൽ കരയാൻ തുടങ്ങി. കുട്ടിയുടെ കരച്ചിൽ ദൈവം കേട്ടു. സ്വർഗത്തിൽ നിന്ന് ദൈവത്തിൻ്റെ ദൂതൻ അവളെ വിളിച്ചു പറഞ്ഞു, ഹാഗാർ, നീ വിഷമിക്കേണ്ട, ഭയപ്പെടുകയും വേണ്ട. കുട്ടിയുടെ കരച്ചിൽ ദൈവം കേട്ടിരിക്കുന്നു. എഴുന്നേറ്റ് കുട്ടിയെ കയ്യിലെടുക്കുക. അവനിൽ നിന്ന് ഞാൻ വലിയൊരു ജനതയെ പുറപ്പെടുവിക്കും. 19-ാമത്തെ വാക്യം, ദൈവം അവളുടെ കണ്ണ് തുറന്നു. ഞാൻ ഈ ചിന്തകൾ അവസാനിപ്പിക്കുമ്പോൾ ഈ 4-ാമത്തെ ദിവസം എനിക്ക് പുതിയ വർഷത്തിലേക്ക് കടക്കാൻ ദൈവവചനത്തിൽ നിന്ന് നമുക്ക് ഓരോരുത്തർക്കും ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഉറപ്പ് ഇതാണ്: നമ്മുടെ കണ്ണുകൾ തുറക്കപ്പെടണം. കണ്ണുകൾ തുറക്കപ്പെട്ട് ജീവിതത്തെ, ഈ നിരാശയോടെ കണ്ട ജീവിതത്തെ പുതിയ പ്രതീക്ഷയോടെ കാണാൻ കണ്ണുകൾ തുറക്കപ്പെടണം. ദൈവം അവളുടെ കണ്ണുകൾ തുറന്നു. കണ്ണു തുറന്നപ്പോൾ അവൾ ഒരു കിണർ കണ്ടു. അവൾ ചെന്ന് തുകൽ സഞ്ചി നിറച്ച് കുട്ടിക്ക് കുടിക്കാൻ കൊടുത്തു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഈ കിണർ അപ്പോൾ പ്രത്യക്ഷപ്പെട്ടതാണോ? ആവാൻ ഒരു വഴിയില്ല. അവളായിരുന്ന സ്ഥലത്ത്, ആ കുറ്റിക്കാടിനടുത്ത് ഈ കിണറുണ്ടായിരുന്നു, ഈ വെള്ളമുണ്ടായിരുന്നു, ഈ റിസോഴ്സ് ഉണ്ടായിരുന്നു. എന്താണ് അവൾക്കിത് കാണാൻ പറ്റാതെ പോയത്? ആത്മഹത്യയെക്കുറിച്ച് ചിന്തിച്ച് ഒരുപക്ഷെ മകൻ്റെ മരണം കണ്ടിട്ട് മരിക്കാൻ കാത്തിരുന്ന ഈ അടിമ പെൺകുട്ടി എന്തുകൊണ്ടാണ് ഈ കിണർ കാണാതെ പോയത് എന്ന് ചോദിച്ചാൽ, കണ്ണുനീര് കൊണ്ട് കാഴ്ച മങ്ങിപ്പോയി, നിരാശ കൊണ്ട് കാഴ്ച മങ്ങിപ്പോയി, അവിശ്വാസം കൊണ്ട് കാഴ്ച മങ്ങിപ്പോയി. ജീവിതത്തിലെ കഷ്ടപ്പാടുകൾ വരുത്തിവെച്ച, ദുരനുഭവങ്ങൾ വരുത്തിവെച്ച, മനസ്സിൽ വരുത്തിവെച്ച നിഷേധാത്മകമായ ചിന്തകൾ കൊണ്ട് കാഴ്ച മങ്ങിപ്പോയി. കൺമുമ്പിൽ ഒരു കിണറുണ്ട്, പക്ഷെ കാണാൻ പറ്റുന്നില്ല. ഇതാണ് നിരാശയിൽ അകപ്പെട്ടു പോയാൽ നമ്മുടെ മുമ്പിൽ ദൈവം തുറന്ന വഴികൾ നമ്മൾ കാണാൻ പറ്റാതെ പോകും എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഹാഗാറിന് വേണ്ടി ദൈവം അപ്പോൾ ഒരു കിണർ തുറന്നതല്ല. ഹാഗാറിൻ്റെ മുമ്പിലുള്ള കിണർ കാണാൻ പ്രതീക്ഷ കിട്ടിയ, വിശ്വാസം കിട്ടിയപ്പോൾ, ദൈവം കൂടുണ്ടെന്നുള്ള ബോധ്യം കിട്ടിയപ്പോൾ, ദൈവദൂതൻ്റെ സാന്നിധ്യം കിട്ടിയപ്പോൾ കൺമുമ്പിലുള്ള കിണർ തെളിഞ്ഞു വന്നതാണ്. അതുകൊണ്ട് ഈ നിരാശയിൽ ദൈവം നിന്നെ സഹായിക്കും. സമ്പൂർണ്ണമായി ദൈവത്തിൽ ആശ്രയിച്ച് മുന്നോട്ട് പോവുക. ഒറ്റയാളെക്കുറിച്ച് കൂടി വേഗത്തിൽ സൂചിപ്പിച്ചിട്ട് ഞാൻ ഈ ചിന്തകൾ അവസാനിപ്പിക്കാം. അത് ദാവീദാണ്. ഒരു ദിവസം കൊണ്ട് ഏതാണ്ട് 4 കൽപ്പനകൾ ഉരുച്ചു തിരിഞ്ഞ് ലംഘിച്ച ആളാണ് ഈ മനുഷ്യൻ. തൻ്റെ ഭൃത്യൻ്റെ, തൻ്റെ പട്ടാളക്കാരൻ്റെ ഭാര്യയെ ചതിയിലൂടെ സ്വന്തമാക്കി, പട്ടാളക്കാരനെ കൊന്ന്, ദൈവകൽപ്പന ലംഘിച്ച് ജീവിതത്തിലെ ഏറ്റവും അധമമായ ഒരു എപ്പിസോഡ് ജീവിതത്തിൽ സ്വന്തമായിരുന്ന ആ ദാവീദിനെക്കുറിച്ച് പിന്നീട് ദൈവവചനം അപ്പസ്തോല പ്രവർത്തനത്തിൽ പറയും, ദാവീദിൽ എൻ്റെ ഹൃദയത്തിനിണങ്ങിയവനെ ദൈവം കണ്ടെത്തി എന്ന് ദൈവം പറഞ്ഞു. ഈ ദാവീദിൻ്റെ വംശത്തിലാണ് ലോകരക്ഷകനായ യേശു ജനിച്ചത്. അവൻ അറിയപ്പെട്ടത് ദാവീദിൻ്റെ പുത്രൻ എന്നാണ്. വ്യഭിചാരിയും കൊലപാതകയുമായിരുന്ന, സ്വാർത്ഥലാഭത്തിനും സ്വന്തം ജഡിക സന്തോഷത്തിനും വേണ്ടി തൻ്റെ സഹോദരനെ കൊലപ്പെടുത്തിയ, തൻ്റെ പട്ടാളക്കാരനെ, തൻ്റെ പടയാളിയെ കൊലപ്പെടുത്തിയ,
അവൻ്റെ അന്യൻ്റെ ഭാര്യയെ സ്വന്തമാക്കിയ ഈ മനുഷ്യനെ കർത്താവ് ദൈവത്തിൻ്റെ വചനം പിന്നീട് പറയുകയാണ്, എൻ്റെ ഹൃദയത്തിന് ഇണങ്ങിയവൻ. ദാവീദിനെ എങ്ങനെയാണ് ദൈവത്തിന് പ്രിയപ്പെട്ടവനാക്കി, എന്താണ് ദൈവത്തിന് പ്രിയപ്പെട്ടവനാക്കി മാറ്റിയതെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം ഇതാണ്: അയാൾ അനുതപിക്കാൻ തയ്യാറായി, തൻ്റെ തെറ്റ് അയാൾ അംഗീകരിച്ചു. ഞാൻ ദാവീദിൽ കാണുന്ന 2 വലിയ പ്രത്യേകതകൾ സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. ഒന്നാമത്തേത്, അയാൾ എന്നും ഒരു ആരാധകനായിരുന്നു. അയാൾക്ക് ദൈവമായിരുന്നു വലുത്. ബലഹീനതകൾ ഒത്തിരി ഉണ്ടായിട്ടുണ്ട്, പക്ഷേ അയാൾക്ക് ദൈവമായിരുന്നു. വാഗ്ദാന പേടകം വരുമ്പോൾ തൻ്റെ ഉടുമുണ്ടഴിഞ്ഞു പോയിട്ട് പോലും അറിയാതെ അയാൾ പാതിനഗ്നനായി വാഗ്ദാന പേടകത്തിൻ്റെ മുമ്പിൽ നിർലജ്ജം നൃത്തം ചെയ്ത് തൻ്റെ ദൈവത്തെ ആരാധിച്ചു. അയാൾക്ക് ദൈവത്തെ ആരാധിക്കുക വളരെ പ്രധാനപ്പെട്ടതായിരുന്നു. ദൈവത്തെ ആരാധിക്കുക, ദൈവത്തെ സ്തുതിക്കുക, ദൈവത്തിന് മഹത്വം പാടുക, ദൈവത്തെ മഹത്വപ്പെടുത്തുക, ദൈവാരാധനയിൽ ഉൾപ്പെടുക, അത് പ്രധാനപ്പെട്ടതായിരുന്നു. രണ്ടാമത്തേത്, അയാൾ ഒരിക്കൽ പോലും തൻ്റെ തെറ്റിനെ ന്യായീകരിച്ചിട്ടില്ല. തനിക്ക് തെറ്റ് സംഭവിച്ചു എന്ന് തിരിച്ചറിയുമ്പോൾ അയാൾ അനുതപിക്കാനും കരയാനും മാപ്പ് ചോദിക്കാനും തിരുത്താനും തയ്യാറായി. ഈ 2 കാരണങ്ങൾ ദാവീദിനെ ദൈവത്തിന് വളരെ പ്രിയപ്പെട്ടവനാക്കി. എൻ്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരി, ജീവിതത്തിലെ വലിയ തിന്മകളിലൂടെ കടന്നു പോയിട്ടുണ്ടെങ്കിൽ, ജീവിതത്തിൽ ഒരിക്കലും തിരുത്താൻ പറ്റാത്ത അപരാധങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിലും, ജീവിതത്തിൽ ഇനി ആര് ചെയ്തിട്ടില്ലാത്ത തിന്മകൾ ചെയ്തിട്ടുണ്ടെങ്കിലും, ക്രിസ്തുവിൻ്റെ സുവിശേഷം ഇതാ ഈ 2024 നിങ്ങളെ വിളിക്കുകയാണ്. നമുക്ക് വീണ്ടും അനുതാപത്തോടെ, പശ്ചാത്താപത്തോടെ ഒരു പുതിയ വർഷം ആരംഭിക്കാം. ജീവിതത്തിലെ തെറ്റുകൾ തിരുത്താൻ പരിശ്രമിക്കാം. കൂടുതൽ തെറ്റുകൾ ആവർത്തിക്കപ്പെടാതിരിക്കാൻ പരിശ്രമിക്കാം. അങ്ങനെ നമുക്ക് മുന്നോട്ട് പോകാം. ഞാൻ ഈ 4 ദിവസത്തെ ശുശ്രൂഷയെ സംബന്ധിച്ച നിങ്ങളെല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഒരു പുതിയ 2024 ഒരു പുതിയ സമർപ്പണത്തോടെ മുന്നോട്ട് പോകാം. നമുക്ക് ദൈവം തരുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ ചിന്തിച്ചത്. നമുക്ക് ദൈവത്തിന് കൊടുക്കേണ്ട ചില മേഖലകളുണ്ട്. ഈശോയ്ക്ക് വേണ്ടി ജീവിക്കണം. ഞാൻ ഒരു കാര്യം ആവർത്തിച്ച് പറയുന്നത് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു. മറ്റെന്തിനു വേണ്ടിയോ മറ്റാർക്ക് വേണ്ടിയോ ജീവിക്കുന്നതിനേക്കാളും വലുതാണ് യേശുവിന് വേണ്ടി ജീവിക്കുന്നത്. യേശുവിന് വേണ്ടി ജീവിക്കുക എന്ന് പറഞ്ഞാൽ യേശുവിനെ പ്രഘോഷിക്കുക, വാക്കുകൊണ്ടും ജീവിതം കൊണ്ടും. എല്ലാവരും യേശുവിനെ അറിയണമെന്ന് ആഗ്രഹിക്കുക, എല്ലാവരോടും യേശുവിനെക്കുറിച്ച് പറയുക. അങ്ങനെ വളരെ അനുഗ്രഹത്തോടെ മുന്നോട്ട് പോകാൻ ദൈവം നിങ്ങളെ എല്ലാവരെയും സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ശാലോം ടെലിവിഷന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ശാലോം മിനിസ്ട്രികൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. മൗണ്ട് കാർമലിനെ നിങ്ങളുടെ പ്രാർത്ഥനകളിൽ ഓർക്കണം എന്ന് സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുന്നു. ഈ എപ്പിസോഡ് നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾ എവിടെയായിരുന്നാലും ഒരു നിമിഷം നിങ്ങൾ ശാലോമിന് വേണ്ടിയും മൗണ്ട് കാർമൽ ധ്യാനകേന്ദ്രത്തിന് വേണ്ടിയും ഞങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണം. ഈ ആരാധനയിലൂടെ കർത്താവ് സമൃദ്ധമായ ആശീർവാദങ്ങൾ നമുക്ക് നൽകും. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ കരം നിങ്ങളോട് കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. ഏഴുവിളക്കിൻ നടുവിൽ ശോഭപൂർണ്ണനാ മാറത്തു പൊൻകച്ചയണിഞ്ഞും കാണും യേശുവേ. ഏഴുവിളക്കിൻ നടുവിൽ ശോഭപൂർണ്ണനാ മാറത്തു പൊൻകച്ചയണിഞ്ഞും കാണും യേശുവേ. ആദ്യം അന്ത്യനും നീ മാത്രമേശുവേ. സ്തുതികൾക്കും പുകഴ്ചയ്ക്കും നീ യോഗ്യനേശുവേ.
നിന്റെ ആത്മശക്തിയും എന്നിൽ ഭവിച്ചിടട്ടെ. നിന്റെ രൂപവും ഭാവവും എന്നിലാകട്ടെ. നിന്റെ ആത്മശക്തിയും എന്നിൽ ഭവിച്ചിടട്ടെ. ആദ്യനും അന്ത്യനും നീ മാത്രമേ യേശുവേ. സ്തുതികൾക്കും പുകഴ്ചയ്ക്കും നീ യോഗ്യനേ യേശുവേ. ആരാധന ആരാധന ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ പുറപ്പാട് പുസ്തകം 23-ാം അധ്യായം 25-ാം തിരുവചനം. നിങ്ങൾ നിങ്ങളുടെ ദൈവമായ കർത്താവിനെ ആരാധിക്കണം. അപ്പോൾ അവിടുന്ന് നിങ്ങളുടെ ഭക്ഷ്യവും പാനീയവും ആശീർവദിക്കും. നിങ്ങളുടെ ഇടയിൽ നിന്ന് രോഗപീഠകളെ നിർമ്മാർജ്ജനം ചെയ്യും. വന്ധ്യതയോ ഗർഭച്ഛിദ്രമോ ദേശത്ത് ഉണ്ടാവുകയില്ല. ഞാൻ നിനക്ക് ദീർഘായുസ് നൽകി അനുഗ്രഹിക്കും. നീ ചെന്നെത്തുന്ന ദേശത്ത് നിനക്ക് ഏറ്റുമുട്ടേണ്ടി വരുന്ന ജനതകൾ എൻ്റെ നാമത്തെ ഭയപ്പെടുന്നതിന് ഞാൻ ഇടയാക്കും. നിങ്ങൾ നിങ്ങളുടെ ദൈവമായ കർത്താവിനെ ആരാധിക്കണം. റോമാലേഖനം 1-ാം അധ്യായത്തിൽ കർത്താവിൻ്റെ വചനം പരിശുദ്ധാത്മാവ് പ്രകാരം പറയുന്നു. അവർ ദൈവത്തെ അറിഞ്ഞിരുന്നെങ്കിലും ദൈവമായി മഹത്വപ്പെടുത്തുകയോ അവിടത്തേക്ക് നന്ദി പ്രകാശിപ്പിക്കുകയോ ചെയ്തില്ല. അവരുടെ യുക്തിവിചാരങ്ങൾ നിഷ്ഫലമാവുകയും വിവേകരഹിതമായ ഹൃദയം അന്ധകാരത്തിൽ ആണ്ടുപോവുകയും ചെയ്തു. ജ്ഞാനികളെന്ന് അവകാശപ്പെട്ടുകൊണ്ട് അവർ പോഷന്മാരായി തീർന്നു. അനശ്വരനായ ദൈവത്തിൻ്റെ മഹത്വം അവർ നശ്വരനായ മനുഷ്യൻ്റെയോ പക്ഷികളുടെയോ മൃഗങ്ങളുടെയോ രൂപമുള്ള വിഗ്രഹങ്ങൾക്ക് കൈമാറി. അവർ ദൈവത്തെ അറിഞ്ഞിരുന്നെങ്കിലും ദൈവമായി മഹത്വപ്പെടുത്തുകയോ അവിടത്തേക്ക് നന്ദി പ്രകാശിപ്പിക്കുകയോ ചെയ്തില്ല. ഒരു പുതിയ വർഷത്തിൽ കർത്താവെ, ഒരിക്കലും ഞങ്ങളിൽ ആശ്രയിക്കാതെ സമ്പൂർണമായി അങ്ങയിൽ ആശ്രയിച്ച് അങ്ങയുടെ നാമത്തെ ആരാധിച്ച് ജീവിക്കാൻ ഞങ്ങളെ സഹായിക്കണം. ഞങ്ങളുടെ കഴിവിലോ സാമർഥ്യങ്ങളിലോ പാടവങ്ങളിലോ അനുഭവ പരിചയങ്ങളിലോ അറിവിലോ ബുദ്ധിയിലോ ആശ്രയിക്കാതെ സമ്പൂർണമായി ഞങ്ങൾ അങ്ങയിൽ ആശ്രയിക്കാൻ അവിടുന്ന് ഞങ്ങളെ പഠിപ്പിക്കണമേ. നിയമാവർത്തന പുസ്തകം 6-ാം അധ്യായത്തിൽ അവിടുത്തെ വചനം അരുളി ചെയ്തു. കർത്താവ് നിങ്ങളെ മരുഭൂമിയിലൂടെ നയിച്ചത് 46 സംവത്സരങ്ങൾ മരുഭൂമിയിലൂടെ ദൈവം നിങ്ങളെ നയിച്ചത് മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല, മറിച്ച് ദൈവത്തിൻ്റെ അധരങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന വചനം കൊണ്ടുകൂടിയാണ് ജീവിക്കുന്നത് എന്ന് തിരിച്ചറിയാനായിരുന്നു. കർത്താവേ, മനുഷ്യൻ്റെ അറിവോ മനുഷ്യൻ്റെ പരിചയമോ സാമർഥ്യങ്ങളോ പാടവങ്ങളോ അല്ല,
അങ്ങയുടെ അധരങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന വചനമാവണമേ ഞങ്ങളെ നയിക്കേണ്ടത്. അങ്ങയുടെ വചനം ശ്രദ്ധിക്കാനും അങ്ങ് അരുളി ചെയ്യുന്നത് കേൾക്കാനും അങ്ങയുടെ പാദത്തിലിരിക്കാൻ ഞങ്ങൾക്ക് കൃപ തരണമേ. മറിയം നല്ല ഭാഗം തിരഞ്ഞെടുത്തു, അത് അവളിൽ നിന്ന് എടുക്കപ്പെടുകയില്ല. മറിയത്തെ പോലെ അങ്ങയുടെ പാദങ്ങളിലിരിക്കാൻ, അങ്ങയുടെ മുഖത്തേക്ക് നോക്കി അങ്ങ് അരുളി ചെയ്തത് ശ്രദ്ധിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. സാമുവേൽ ഇപ്രകാരം പ്രാർത്ഥിച്ചു: കർത്താവേ, അങ്ങ് അരുളി ചെയ്താലും അങ്ങയുടെ ദാസൻ ഇതാ ശ്രവിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായത്തിൽ അവിടെ അരുളി ചെയ്തു: എൻ്റെ ആടുകൾ എൻ്റെ സ്വരം ശ്രവിക്കുന്നു, അവർ അന്യരെ അനുഗമിക്കുകയില്ല. അന്യരുടെ സ്വരം അറിയാത്തതിനാൽ അവ അവരിൽ നിന്ന് ഓടി അകലുന്നു. കർത്താവേ, ഞങ്ങൾ അങ്ങയുടെ അജഗണമായി മാറുന്നത് അങ്ങയുടെ സ്വരം കേൾക്കുമ്പോഴാണ്. കർത്താവേ, അങ്ങയുടെ സ്വരം കേൾക്കുവാനും അങ്ങയുടെ ഹിതം തിരിച്ചറിയാനും അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടാനും ഞങ്ങളെ സഹായിക്കണമേ. റോമാലേഖനം 8-ാം അധ്യായം 14-ാം തിരുവചനം: ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരെല്ലാം ദൈവത്തിൻ്റെ പുത്രന്മാരാണ്. നിങ്ങളെ വീണ്ടും ഭയത്തിലേക്ക് നയിക്കുന്ന അടിമത്തത്തിൻ്റെ ആത്മാവിനെ അല്ല, മറിച്ച് പുത്രസ്വീകാരത്തിൻ്റെ ആത്മാവിനെയാണ് നിങ്ങൾ കൈക്കൊണ്ടിരിക്കുന്നത്. ഈ ആത്മാവ് മൂലമാണ് നാം ദൈവത്തെ ആബാ, പിതാവേ എന്ന് വിളിക്കുന്നത്. നാം ദൈവത്തിൻ്റെ മക്കളാണെന്ന് ഈ ആത്മാവ് നമ്മുടെ ആത്മാവിനോട് ചേർന്ന് സാക്ഷ്യം നൽകുന്നു. നാം മക്കളാണെങ്കിൽ അവകാശികളാണ്. ദൈവത്തിൻ്റെ അവകാശികളും ക്രിസ്തുവിൻ്റെ കൂട്ടവകാശികളാണ്. കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ആത്മാവാം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ആത്മാവാം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ദാഹിച്ചോ നിന്നെ ഞാൻ തേടുന്നു, സ്വർഗം തുറന്നിറങ്ങി നീ വരണേ. ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു, സ്വർഗം തുറന്നിറങ്ങി നീ വരണേ. ആത്മാവ ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ആത്മാവ ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. പെന്തക്കോസ്താനുഭവം തരണേ, പുതു സൃഷ്ടിയായി എന്നെ മാറ്റണേ. പെന്തക്കോസ്താനുഭവം തരണേ, പുതു സൃഷ്ടിയായി എന്നെ മാറ്റണേ. ആത്മാവ ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ആത്മാവ ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ഹല്ലേലൂയ, യേശുവേ
ദൈവമേ, ഏകജാതനായ യേശുവിനെ ലോകത്തിന് നൽകാൻ തക്ക വിധം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ച പിതാവേ, നിമിഷങ്ങളിൽ ഞങ്ങളുടെ ജീവിതങ്ങളെ മുഴുവനായി ഞങ്ങളുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. സമ്പൂർണമായി അവിടുന്ന് ഞങ്ങളെ ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ ദുഃഖങ്ങൾ, ഭാരങ്ങൾ, രോഗങ്ങളെല്ലാം അങ്ങയുടെ കാൽക്കൽ ഇതാ സമർപ്പിക്കുന്നു. ഈശോയെ, നാഥ, അങ്ങയെ ഞാൻ ആരാധിക്കുന്നു. ജീവനും എൻ്റെ സർവസ്വവും അങ്ങയുടെ മുമ്പിൽ സമർപ്പിക്കുന്നു. കർത്താവിൻ്റെ സന്നിധിയിൽ ഈശോയുടെ കാൽച്ചുവട്ടിൽ ശരീരത്തെ സമർപ്പിക്കാം. ശരീരത്തിൻ്റെ ആരോഗ്യത്തെയും രോഗങ്ങളെയും സമർപ്പിക്കാം. മനസ്സിനെ സമർപ്പിക്കാം. ബോധ മനസ്സിനെ, അബോധ മനസ്സിനെ, ഉപബോധ മനസ്സിനെ, മനസ്സിൻ്റെ ഉള്ളറകളെ, മറഞ്ഞു കിടക്കുന്ന അനുഭവങ്ങളെ, മനസ്സിൻ്റെ മുറിവുകളെ, ആന്തരിക ക്ഷതങ്ങളെ, ചിന്തകളെ, ഓർമ്മകളെ, വികാര വിചാരങ്ങളെ, മനസാക്ഷിയെ, ഇച്ഛാശക്തിയെ, അനുഭവങ്ങളെ എല്ലാം ഈശോയ്ക്ക് സമർപ്പിക്കാം. സമ്പൂർണമായി നമ്മുടെ ആത്മാവിനെ കർത്താവിനെ സമർപ്പിക്കാം. ഓരോ ആത്മാവിനെയും അവിടുന്ന് അസൂയയോടെ അഭിലഷിക്കുന്നു. ലോകം മുഴുവൻ നേടിയാലും ആത്മാവ് നശിച്ചു പോയാൽ എന്ത് പ്രയോജനമെന്ന് അവിടുന്ന് ചോദിക്കുന്നു. ആത്മാവിനെ വീണ്ടെടുക്കാൻ, ആത്മാവിന് നിത്യത നൽകാനാണ് ദൈവം തൻ്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചത്. നമ്മുടെ ആത്മാവിനെ ഈശോയ്ക്ക് സമർപ്പിക്കാം. നമ്മുടെ കുടുംബത്തെ സമർപ്പിക്കാം. വീടിനെ, വീട് നിൽക്കുന്ന മണ്ണിനെ, നാം ജീവിക്കുന്ന സ്ഥലത്തെ, ദേശത്തെ, സംസ്ഥാനത്തെ, രാജ്യത്തെ കർത്താവിനെ സമർപ്പിക്കാം. നമ്മുടെ വീട്ടിലേക്കുള്ള വഴികൾ, വീടിൻ്റെ നാലതിരുകൾ, ഉപകരണങ്ങൾ, ഉപയോഗ വസ്തുക്കൾ, വാഹനങ്ങൾ, വളർത്തുമൃഗങ്ങൾ, വരുമാന മാർഗങ്ങൾ എല്ലാം ഈശോയ്ക്ക് സമർപ്പിക്കാം. രോഗപീഠകളെല്ലാം സമർപ്പിക്കാം. ശാരീരിക രോഗങ്ങൾ, മാനസിക രോഗങ്ങൾ, പാരമ്പര്യ രോഗങ്ങൾ കർത്താവിന് സമർപ്പിക്കാം. മാരക രോഗങ്ങൾ, മാറാവ്യാധികൾ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കാം. തടസ്സങ്ങളെ സമർപ്പിക്കാം. പ്രതിബന്ധങ്ങളെ സമർപ്പിക്കാം. അനുഗ്രഹങ്ങൾ ലഭിക്കാനുള്ള കാലതാമസങ്ങളെ സമർപ്പിക്കാം. ബന്ധിതർക്ക് മോചനവും, അന്ധർക്ക് കാഴ്ചയും, അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യവും, കർത്താവിന് സ്വീകാര്യമായ മത്സരവും പ്രഖ്യാപിക്കാൻ കടന്നു വന്ന ഈശോയെ, ഞങ്ങൾ ബന്ധിക്കപ്പെട്ട് കിടക്കുന്ന അവസ്ഥകളെല്ലാം സമർപ്പിക്കുന്നു. പാപങ്ങളെ, പാപസ്വാധീനങ്ങളെ സമർപ്പിക്കുന്നു. ദുശീലങ്ങളെ സമർപ്പിക്കുന്നു. തഴക്കദോഷങ്ങളെ സമർപ്പിക്കുന്നു. ബലഹീന മേഖലകളെ സമർപ്പിക്കുന്നു. വർഷങ്ങളായിട്ട് എടുത്തു മാറ്റാൻ കഴിയാത്ത പാപസ്വാധീനങ്ങളെ സമർപ്പിക്കുന്നു. സ്വഭാവ ദൂഷ്യങ്ങളെ, സ്വഭാവ വൈകല്യങ്ങളെ സമർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, ഞങ്ങളുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളെ, സാഹചര്യങ്ങളെ, വ്യക്തികളെ ഇതാ സമർപ്പിക്കുന്നു. ബന്ധങ്ങളെ സമർപ്പിക്കുന്നു. മാതാപിതാക്കളെ, ജീവിത പങ്കാളിയെ, കുഞ്ഞുങ്ങളെ, തലമുറകളെ, സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ എല്ലാം സമർപ്പിക്കുന്നു. യേശുവേ, നാഥ, എല്ലാം സമർപ്പിച്ച് അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. യേശുവേ നാഥ, അങ്ങയെ ഞാൻ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. ജീവനുമെൻ്റെ സർവസ്വവും മുൻപിലണച്ചു കുമ്പിടുന്നു. ജീവനുമെൻ്റെ സർവസ്വവും മുൻപിലണച്ചു കുമ്പിടുന്നു. യേശുവേ നാഥ, അങ്ങയെ ഞാൻ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. ജീവനുമെൻ്റെ
കുമ്പിടുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദിവ്യകാരുണ്യേശോയെ, ഞങ്ങളുടെ ഈ വർഷത്തെ സമ്പൂർണമായി അങ്ങേക്ക് സമർപ്പിക്കുമ്പോൾ അങ്ങയുടെ മാതാവും ഞങ്ങളുടെ മാതാവുമായ പരിശുദ്ധ കന്യകാമാതാവിൻ്റെ പരിശുദ്ധമായ ഹൃദയത്തിലേക്ക് ഈ വർഷം മുഴുവനെയും ഞങ്ങളുടെ ജീവിതത്തെയും ഇതാ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. 12 മാസങ്ങളിൽ 12 അപ്പസ്തോലന്മാരുടെ മധ്യസ്ഥവും സഹായവും നിയന്ത്രണവും ഞങ്ങൾക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സകല വിശുദ്ധരുടെയും മാലാഖമാരുടെയും സഹായം തരണമേ. 12 വ്യൂഹം മാലാഖമാരെ ഓരോ മാസവും ഞങ്ങളെ സഹായിക്കാൻ അയക്കണമേ. രക്ഷയുടെ അവകാശികളാകാനിരിക്കുന്നവർക്ക് ശുശ്രൂഷ ചെയ്യാൻ അയക്കപ്പെട്ട സേവകാത്മാക്കളാണ് മാലാഖമാർ. കർത്താവേ, മാലാഖമാരുടെ സഹായം അയച്ചു തരണമേ. ഓരോ കുടുംബത്തെയും അവിടുത്തെ പരിശുദ്ധ രക്തം സംരക്ഷിക്കുകയും കർത്താവേ, പരിശുദ്ധാത്മാവ് ഈ ജീവിതയാത്രയിൽ ഞങ്ങളെ വഴി നടത്തുകയും ചെയ്യണമേ. ഞങ്ങൾക്കും ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും അങ്ങ് കാവലായിരിക്കണമേ. ആപത്തുകൾ, അനർത്ഥങ്ങൾ, അപകടങ്ങൾ, മാറാരോഗങ്ങൾ, കർത്താവേ, അകാല മരണം, ആത്മഹത്യകൾ, കൊലപാതകങ്ങൾ, ഇവയിൽ നിന്നെല്ലാം കുടുംബങ്ങളെ കാത്തുകൊള്ളണമേ. ദൈവമേ, അശുഭകരമായ സന്ദർഭങ്ങളിൽ നിന്ന്, ദൈവമേ, അസ്വസ്ഥത വിതറുന്ന വാർത്തകളിൽ നിന്ന്, പെട്ടെന്നോർക്കാപ്പുറത്ത് അപ്രതീക്ഷിതമായി കടന്നു വരുന്ന ദുരന്തങ്ങളിൽ നിന്ന്, പ്രകൃതിക്ഷോഭങ്ങളിൽ നിന്ന്, പ്രപഞ്ചശക്തികളിൽ നിന്ന്, വന്യമൃഗങ്ങളിൽ നിന്ന്, ഇഴജന്തുക്കളിൽ നിന്ന്, കർത്താവേ, മാറാരോഗങ്ങളിൽ നിന്നെല്ലാം അങ്ങയുടെ മക്കളെ കാത്തുകൊള്ളണമേ. കർത്താവേ, ഹൃദയത്തിലും മനസ്സിലും ആത്മാവിലും ശരീരത്തിലുമെല്ലാം അങ്ങ് ആരോഗ്യം നൽകണമേ. എപ്പോഴും അങ്ങയുടെ മുഖത്ത് നോക്കി ജീവിക്കാനും ഒരിക്കലും അങ്ങിൽ നിന്ന് വേർപെട്ടു പോകാതിരിക്കാനും ഞങ്ങളെ സഹായിക്കണമേ. ഈശോടാശീർവാദം സ്വീകരിക്കാൻ ഒരുങ്ങാം. ശക്തമായ ദൈവകൃപ നമ്മെ വലയം ചെയ്യട്ടെ. ഇപ്പോൾ ഈ ആശീർവാദം തരുമ്പോൾ നിങ്ങളെവിടെയായിരുന്നാലും ഈശോ നിങ്ങളെ അനുഗ്രഹിക്കും. ശക്തമായ ദൈവകൃപ നിങ്ങളെ വലയം ചെയ്യും. കർത്താവിൻ്റെ ആത്മാവ് നിങ്ങളോട് ഇടപെടുകയും അനുഗ്രഹിക്കുകയും ചെയ്യും. കരങ്ങൾ കർത്താവിലേക്ക് തുറന്നു പിടിക്കാം. എത്രത്തോളം ഉച്ചത്തിൽ കർത്താവിനെ വിളിക്കാൻ കഴിയുമോ ഹൃദയം നൊന്ത് കർത്താവിനെ വിളിക്കട്ടെ. ഈശോയെ വിളിച്ച്, അതിനെ തുറന്ന് ഈശോയെ വിളിച്ച് ഉച്ചത്തിൽ വിളിച്ച് പ്രാർത്ഥിക്കട്ടെ. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. ഈ ആത്മീയ
ശുശ്രൂഷയിൽ സംബന്ധിച്ച നിങ്ങളെല്ലാവരെയും ദൈവം സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ശാലോം ടെലിവിഷൻ്റെ പ്രേക്ഷകരും മൗണ്ട് കാർമലിൻ്റെ ശുശ്രൂഷകളിൽ സംബന്ധിക്കുന്നവരുമായ നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി ദൈവം അനുഗ്രഹിക്കട്ടെ. ഈ വർഷം നിങ്ങൾക്കെല്ലാവർക്കും അനുഗ്രഹമാവട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരസ്പരം നമുക്ക് പ്രാർത്ഥിക്കാം, ആത്മീയമായി പരസ്പരം ബലപ്പെടുത്താം. ദൈവരാജ്യത്തിന് വേണ്ടി നമുക്ക് ദൈവം തന്ന എല്ലാ കഴിവും ഉപയോഗിച്ച് നമ്മളാൽ ആവും വിധം നമുക്ക് കർത്താവിൻ്റെ രാജ്യത്തിൻ്റെ വ്യാപനത്തിനായി പരിശ്രമിക്കാം. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.